എന്താണ് ഡി ലാബിന് ബാക്കി ഹെയർ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ കുറെ ക്ലിനിക്സ് കണ്ടിട്ട് എങ്ങനെയാണ് ഡിഫറെന്റ് അത് ആക്കുന്നത്? എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് റീജനറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ പുറകിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വെക്കുക. അതല്ലാതെ നോൺ ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ട് സ്പെസിഫിക്കലി, അതായത് ഇപ്പോൾ എല്ലാ ക്ലിനിക്കിലും അവർ മീസോതെറപ്പി അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അവർ നോൺ ട്രാൻസ്പ്ലാന്റേഷൻ സ്പെസിഫിക്കലി ഹെയർ ഗ്രോത്ത് ചെയ്യുന്നില്ല. അവർ ഹെയർ ഫോൾ തടയാനൊക്കെ അത് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ നോൺ ട്രാൻസ്പ്ലാന്റേഷണൽ ഹെയർ ഗ്രോത്തിന് സക്സസ് സ്റ്റുഡൻറ്റിൻ്റെ അവാർഡ് കിട്ടിയതാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റീജനറേറ്റീവ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ടും അതൊന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. പിന്നെ നമ്മൾ യൂഷ്വലി ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ കോസ്റ്റ് ലക്ഷങ്ങൾ കൊടുക്കണ്ട. ആകപ്പാടെ ഏറി വന്നാൽ ടോട്ടൽ എല്ലാം കൂടി ഒരു 20,000-നുള്ളിൽ തീരും. ഒരു സിറ്റിങ്ങിന് നമ്മൾ 8,500 പൊതുവെ വാങ്ങുന്നത്. യൂഷ്വൽ പ്രൈസ് 10 ആണെങ്കിലും നമ്മൾ 8,500 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഒരു PRP GFC ഒക്കെ ചെയ്യേണ്ട അതിൻ്റെ ഒരു പൈസ ആവണുള്ളൂ. അത് മാത്രമല്ല നമ്മളെ ക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് ഒട്ടും ഇല്ലെങ്കിൽ 7-8 മാസമായിട്ടും റിസൾട്ട് ഇല്ല വയ്ക്കാം, നമ്മൾ പൈസ റീഫണ്ട് ചെയ്യും. അത് നമ്മൾ പോളിസി ആയിട്ട് തന്നെ വെച്ചിട്ടാണ്. അതിൽ അപ്പോൾ ഒരു ക്ലിനിക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ റീഫണ്ട് പറയുന്നുണ്ടെങ്കിൽ ആ ക്ലിനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കൂടി പോകേണ്ടി വരും. കാരണം ആളുകൾ പല രീതിയിൽ വന്നിട്ട് പൈസ പോകും. ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ 3 കൊല്ലമായി ഇന്നേ വരെ അവിടെ വന്ന ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് വേറൊരു കച്ചറ അവിടെ നടക്കുന്നത് കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല, മുടി വന്നില്ല ഓക്കെ അവിടെ പിരിച്ചു വിട്ടു. അങ്ങനെയാണ് നമ്മൾ. കാരണം എല്ലാവർക്കും വന്നുകൂടാനൊന്നുമില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പെൻസ് ആയ കുറച്ച് കാര്യങ്ങളിൻ്റെ ഒരു ഇപ്പോൾ 17,000 ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2,000 റുപ്പീസ് കുറച്ചിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം 8,200 പേഷ്യൻസിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് ഈ 3.5 കൊല്ലം കൊണ്ട്. 8,200 ആക്ച്വൽ കണക്ക് അതിനൊക്കെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ എണ്ണാൻ തുടങ്ങിയത് 8,200 ആയപ്പോഴാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് ഏകദേശം ഒരു 100-120 പേഷ്യൻസിന് റീഫണ്ടും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ സ്റ്റെം സെൽ ആക്ടിവേഷൻ ആണ്. അതായത് നമ്മൾ വേറെ എവിടെ നിന്നും സ്റ്റെം സെൽസ് എടുക്കുന്നില്ല. നമ്മൾ യൂഷ്വലി സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ അഡിപ്പോസ് ടിഷ്യൂന്ന് അതേ വയറ്റുനിന്ന് പഞ്ച് ബയോപ്സി വഴി ഒരു ടിഷ്യൂ എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്തിരുന്ന അത് ആക്ച്വലി FDA അപ്രൂവ്ഡ് അല്ല. അതല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വേറെ എവിടെ നിന്നും സ്റ്റെം സെൽസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്നില്ല. നമ്മൾ യൂഷ്വലി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെം സെൽസിനെ ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക. അതിനാണ് ഞാൻ വ്യക്തമായിട്ട് സ്റ്റെം സെൽ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ PRP എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. PRP പ്ലേറ്റ്ലെറ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതായത് പ്ലാസ്മയിൽ നിന്ന് എടുക്കുക എന്നിട്ട് ഇഞ്ചെക്ട് ചെയ്യുക തിരിച്ച്. അപ്പോൾ PRP സെൻട്രിഫ്യൂഗേഷൻ ആണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സെയിം ആണ്. നമ്മുടെ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് എടുക്കും. ബ്ലഡ് 15 മില്ലി എടുക്കും. ഈ PRPയിൽ അവർ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നത് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇതിലാണ്. EDTA അല്ലെങ്കിൽ സോഡിയം സിട്രേറ്റിൽ കളക്ട് ചെയ്യും. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ആക്ച്വലി അത് ക്ലോട്ട് ആവണം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിൽ ഫൈബ്രിൻ എന്ന് പറയുന്ന സാധനം കൂടുതൽ വേണം. ഈ ഫൈബ്രിൻ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് സെൻട്രിഫ്യൂഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 4 times ആയി മാറുള്ളൂ. അതായത് 10 ലക്ഷത്തിനടുത്ത് പ്ലേറ്റ്ലെറ്റ്സ് വേണം. എന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഓർഗാനിക് സ്റ്റെം സെൽസ്, അതായത് പ്ലാന്റ് ബേസ്ഡ് ബൊട്ടാനിക്കലായിട്ടുള്ള ഓർഗാനിക് സ്റ്റെം സെൽസ് നമ്മൾ ആഡ് ചെയ്യും അതിൻ്റെ കൂടെ. അതെന്തിനാണെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു മൈക്രോ നീഡ്ലിംഗ് പോലെയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ടോറിൻ എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സോസോംസ് യൂസ് ചെയ്യും. എക്സോസോം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സ്പെസിഫിക് ടാർഗറ്റിലോട്ട് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മൈക്രോ മോളിക്യൂളാണ്. അപ്പോൾ എക്സോസോംസ് യൂസ് ചെയ്യും. പ്ലസ് നമ്മൾ വേറെ ചെയ്യുന്നത് എന്താ വെച്ചാൽ WNT, അതൊരു സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത് WNT പാത്വേ സിഗ്നലിംഗ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ഒരു ഫോളിക്കിളിന് എത്ര ഹെയർ വരുന്നുണ്ടോ, ഒരു ഫോളിക്കിളിന് ഒരു ഹെയറെ നിങ്ങൾക്ക് ടോട്ടൽ ഹെഡിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ളൂ എങ്കിൽ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അത് ആദ്യം നമ്മൾ നോക്കിയിട്ട് പറയും. അതുകൊണ്ട് കാരണം റീഫണ്ട് കൊടുക്കുന്നതാണേ, പറഞ്ഞില്ലെങ്കിൽ പണിയാവും. അതുകൊണ്ട് ആദ്യം അത് നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ചീത്ത കേൾക്കാറുണ്ട്. കാരണം അവർ പറയും 18 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനിവിടെ വന്നിട്ട് ഇതാ ഡോക്ടറോട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അയാൾ 18,000 കളയുന്നേക്കാൾ നല്ല അയാൾ 18 മണിക്കൂർ. അതങ്ങനെ. സാർ, എനിക്കൊരു സംശയമാണ്. സാർ സിറ്റിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ.
എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് എന്നൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം? ഇത് നമ്മൾ ആദ്യം ബ്ലഡ് കളക്ട് ചെയ്യും. ഓക്കെ. നിങ്ങൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് യൂഷ്വലി PRP എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അത് കമ്പയർ ചെയ്തിട്ട് പറയാം. PRP എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നേരെ ഒരു ആൻറ്റി കോഗുലൻ്റ് ആഡ് ചെയ്യും. അവർ യൂഷ്വലി അവർ സോഡിയം സിട്രേറ്റ് അല്ലെങ്കിൽ EDTA ആഡ് ചെയ്യുക. ഞങ്ങൾ അതൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഡയറക്റ്റ് ബ്ലഡ് എടുക്കും. ആൻറ്റി കോഗുലൻ്റ് ആഡ് ചെയ്യാതെ നമ്മൾ പാർട്ടാക്കും. അതായത് ഒരു പാർട്ട് ഓഫ് ബ്ലഡ് നമ്മൾ യൂഷ്വൽ അൾട്രാ സെൻട്രിഫിക്കേഷനിലോട്ട് വിടും. വേറൊരു പാർട്ട് ഓഫ് ബ്ലഡ് നമ്മൾ എക്സോസോംസ് പ്ലസ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ബൊട്ടാനിക്കൽ ആയിട്ടുള്ള സ്റ്റെം സെൽസ്, ഓർഗാനിക് സ്റ്റെം സെൽസ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഒരു പാർട്ട് ഓഫ് ബ്ലഡ്. എന്നിട്ട് അത് അതിൻ്റെ പോലെ ഒരെണ്ണം ഇവിടെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ ഇവിടെ വേറെ ഒന്നും കൂടി സെൻട്രിഫ്യൂഗേഷൻ ചെയ്യും. അതും RPM ഒക്കെ നമ്മൾ യൂഷ്വലി ഇതിനേക്കാളും എത്രയോ കൂടുതൽ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വിൽ ബി ഇൻക്രീസ്ഡ് 4 times. നമുക്കതാണ് വേണ്ടത്. നമുക്ക് ആക്ച്വലി വേണ്ടത് ഫൈബ്രിനാണ്. അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് ഭയങ്കരമായിട്ട് കൂട്ടുന്നത്. അപ്പം എന്നിട്ട് രണ്ടെണ്ണത്തിൽ നിന്നും കിട്ടിയ പ്ലാസ്മ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മൈക്രോ നീഡ്ലിംഗ് വെച്ചിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക. അതായത് ഡെർമിസിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഒരിക്കലും അതൊരു ബ്ലഡ് വെസലിലോട്ടൊന്നും പോകണില്ല. അതുകൊണ്ടാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്തത്. പിന്നെ ഞാൻ പേഷ്യൻസിനോട് ഒരു കാര്യം പറയും, ടച്ച് വുഡ് ഒരാൾക്കും ഇന്ന് വരെ ഞങ്ങളവിടെ നിന്ന് ഒരു സൈഡ് എഫക്റ്റ് വന്നിട്ടില്ല. അത് ഇത്രയും 8000 പേഷ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ നമുക്ക് എല്ലാവരും ഫോട്ടോസ്, ഞങ്ങളെല്ലാവരും ഫോട്ടോസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആയിട്ട് എടുക്കും. ഇപ്പോൾ ഈ 8000 എന്ന് വെച്ചാൽ എല്ലാ ബ്രാഞ്ചിലും കൂടിയാണ്. ഞങ്ങൾക്ക് 3 ബ്രാഞ്ചാണ് ഉള്ളത്. കോഴിക്കോട് 2 ബ്രാഞ്ചുണ്ട്, കൊച്ചിയിൽ 1 ബ്രാഞ്ചുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ദൈവം സഹായിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ. എന്നിട്ട് ബ്ലഡ് എടുത്തിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിഞ്ഞ് അത് തിരിച്ചെടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡിൽ ഞാൻ പറഞ്ഞ പോലെ വെസൽസിലോട്ടല്ല, അത് ജസ്റ്റ് ഡെർമിസിലാണ്. അതിന് മുന്നേ, ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രോസസ്സ് ചെയ്യും. എന്താ വെച്ചാൽ അവിടെ മെലാനിൻ എന്ന് പറയുന്ന സാധനം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് NB-UVB ലൈറ്റ് ചെയ്യും. അത് കുറച്ച് നേരം അവിടെ ചെയ്തിട്ട് അവിടെ ഒരു മെലാനോജെൻസിസ് ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലോട്ട് കിടക്കുക. അത് കഴിഞ്ഞിട്ട് IR, ഇൻഫ്രാറെഡ് ലൈറ്റ്, റെഡ് ലൈറ്റ് തെറാപ്പി അതും കൂടി ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഓവറോൾ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ് എപ്പിഡെർമൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ TED എന്ന് പറയും. അതിന് പറച്ചിൽ TED എന്നാണെങ്കിലും ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടോഫാസിറ്റമിൻ എന്ന് പറഞ്ഞൊരു ഓയിൽമെൻ്റ് ഉണ്ട്. ആ ഓയിൽമെൻറ്റ് ഓവറോൾ തലയിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേക്കും. എന്നിട്ട് അവസാനത്തെ പ്രോസസ്സാണ് പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മൈക്രോ നീഡ്ലിംഗ് ചെയ്യും. ഇതെന്താണെന്ന് വെച്ചാൽ ജാനസ് കൈനേസ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വഴി നമുക്ക് നമ്മളെ മൈറ്റോകോൺട്രിയൽ, ഇപ്പോൾ നമ്മൾ എല്ലാവരും PP405 എന്ന് കേട്ടിട്ടുണ്ടാവും, ഭയങ്കര ഹിറ്റായിട്ടുള്ള അതിൻ്റെ അതേ മെക്കാനിസമാണ്. അതുവഴി നമ്മൾക്ക് ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന പ്രോട്ടീൻസും എൻസൈംസും റിലീസ് ചെയ്യിപ്പിക്കുക. അതാണ് ചെയ്യുന്നത്.